Welcome all. I am Reshma, representing Department of Computer Application, Don Bosco College, Kottayam. In the last class, we had discussed about higher order derivatives, the basic definition as well as some examples of higher order derivatives. And today we are trying to discuss about some problems on higher order derivatives. In the application level problems, two problems are included. The first problem is if x is equal to a into cos theta plus theta sin theta and y is equal to a into sin theta minus theta cos theta, we have to find d square y by dx square. I guess in the first question ആ ക്വസ്റ്റിനകത്ത് എക്സും വൈയും ഇൻ ടേംസ് ഓഫ് ഏത് വേരിയബിൾ തന്നിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് തീറ്റയാണ് തന്നിരിക്കുന്നത് ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അല്ലേ. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനെ സംബന്ധിച്ച് എക്സ് എന്നും വൈ എന്നും പറയുന്ന ആ രണ്ട് വേരിയബിൾസും ഇൻ ടേംസ് ഓഫ് ദ പാരാമീറ്റർ തീറ്റ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ. സോ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യണം എന്ത് ചെയ്യും, നമ്മൾ തന്നിട്ടുള്ള ഐറ്റംസ് നമ്മൾ എടുത്തെഴുതും, ഗിവൺ ആയിട്ടുള്ള ഐറ്റംസിന് എടുത്തെഴുതും. സോ എക്സ് ഈസ് ഗിവൺ ആസ് എ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് തീറ്റ സൈൻ തീറ്റ ആൻഡ് വൈ ഈസ് ഗിവൺ ആസ് എ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് തീറ്റ കോസ് തീറ്റ അല്ലേ. അപ്പോൾ എക്സും വൈയും ഇൻ ടേംസ് ഓഫ് പാരാമീറ്റർ എന്താണെന്ന സ്ഥിതിക്ക് വി ഹാവ് ടു ഡു പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അങ്ങനെയെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം, ഡി വൈ ബൈ ഡി എക്സിൻ്റെ റിസൾട്ട് വേണം അല്ലേ. സോ അങ്ങനെയെങ്കിൽ നമുക്ക് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ഡി വൈ ബൈ ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ബൈ മീൻസ് ഓഫ് പാരാമെട്രിക് ഡിഫറൻസിയേഷൻ ഈസ് ഡി വൈ ബൈ ഡി തീറ്റ divided by dx by d theta അല്ലേ. പാരാമെട്രിക് ഡിഫറൻസിയേഷൻ്റെ സെക്ഷനകത്ത് നമ്മൾ പഠിച്ചിരുന്നു. According to parametric differentiation, dy by dx is equal to dy by d theta by dx by d theta. കാരണം എക്സും വൈയും തന്നിരിക്കുന്ന in terms of the parameter theta ആണ്. So for calculating differentiation also we have to use the variable theta, the parameter theta for differentiation. So നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം dy by d theta കാൽക്കുലേറ്റ് ചെയ്യണം. That is d by d theta of a into sin theta minus theta cos theta by d by d theta of x എന്താണ് a into cos theta plus theta sin theta. ഈ ഒരു ഇക്വേഷനെ സംബന്ധിച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കുറച്ച് ലെങ്തിയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ പാർട്ടായിട്ട് എടുത്ത് ചെയ്യുന്നു. അങ്ങനെ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഈ ഇക്വേഷനെ എന്ത് കൊടുക്കുന്നു, ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. അതിനകത്ത് ന്യൂമറേറ്റർ ഇക്വേഷൻ നമ്പർ 1 ന്യൂമറേറ്റർ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ്, ഡി ബൈ ഡി തീറ്റ ഓഫ് എ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് തീറ്റ കോസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എ എന്താണ്, എ കോൺസ്റ്റന്റ് വാല്യൂ ആണ്. therefore a can be taken outside. again d by d theta of ഇവിടെ എന്താണ് ബാക്കി അവിടെ കൊടുത്തേക്കുന്നത് എന്താണ്, ഡിഫറൻസ് ആണ് അല്ലേ. ആ ഡിഫറൻസിനകത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് സൈൻ തീറ്റ ആൻഡ് സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ടു ഫംഗ്ഷൻസ് ഇൻ തീറ്റ, ദാറ്റ് ഈസ് തീറ്റ ആൻഡ് കോസ് തീറ്റ. സോ here we have to find the derivative of the difference of two functions. One is a simple function, another is a product function. So here derivative of the difference which is equal to the difference of the derivatives. That is here we are splitting derivative with respect to minus, that is d by d theta of sin theta minus d by d theta of the product theta into cos theta. ഇത് പ്രോഡക്റ്റ് മനസ്സിലായത് എങ്ങനെയാണ്, ഇവിടുത്തെ വേരിയബിൾ ഏതാണ്, തീറ്റയാണ്. ആ തീറ്റയുടെ രണ്ട് ഫംഗ്ഷൻസ് സിമ്പിൾ തീറ്റ ആൻഡ് കോസ് തീറ്റ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു പുതിയ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമുക്കിവിടെ കാണുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ പ്രോഡക്റ്റ് ഫംഗ്ഷൻ. സോ ഹിയർ വി ഹാവ് ടു യൂസ് ദ പ്രോഡക്റ്റ് റൂൾ അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ ഇറ്റ് ഈസ് കോസ് തീറ്റ മൈനസ് ഡി ബൈ ഡി തീറ്റ ഓഫ് തീറ്റ കോസ് തീറ്റ. നമുക്ക് എന്ത് യൂസ് ചെയ്യണം, പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ തീറ്റ, ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ ഈസ് മൈനസ് സൈൻ തീറ്റ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ കോസ് തീറ്റ ഇൻ ഡെറിവേറ്റീവ് ഓഫ് തീറ്റ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഈസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് തീറ്റ
ഇനി ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. മൈനസ് ഇൻറ്റു മൈനസ് ഇറ്റ് ഈസ് പ്ലസ് തീറ്റ സൈൻ തീറ്റ, മൈനസ് ഇൻറ്റു പ്ലസ് ഈസ് മൈനസ് കോസ് തീറ്റ ഇൻറ്റു 1 ഈസ് കോസ് തീറ്റ. സോ ഹിയർ inside the bracket there is cos theta and minus cos theta, therefore cancellation, which is equal to നമുക്ക് അവസാന റിസൾട്ട് എന്ത് കിട്ടും? അൾട്ടിമേറ്റ് റിസൾട്ട് ഈസ് a ഇൻറ്റു തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. സോ നമ്മുടെ ന്യൂമറേറ്റർ പാർട്ടിൽ ഇക്വേഷൻ നമ്പർ 1-നകത്ത് ന്യൂമറേറ്റർ പാർട്ട് നമുക്ക് എന്ത് കിട്ടി? a ഇൻറ്റു തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്ന് കിട്ടി അല്ലേ? സോ ന്യൂമറേറ്റർ പാർട്ടിന് ഇക്വേഷൻ നമ്പർ 1 തിരുത്തുകയാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ എടുത്തെഴുതണം കേട്ടോ. സോ ഇവിടെ സ്ഥലപരിമിതി മൂലം ഞാൻ തിരുത്തുകയാണ്. a ഇൻറ്റു തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. ഇങ്ങനെ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഡി ബൈ ഡി തീറ്റ ഓഫ് ദ ഡിനോമിനേറ്റർ ഏതാണ്? a ഇൻറ്റു കോസ് തീറ്റ പ്ലസ് തീറ്റ സൈൻ തീറ്റ. സോ അഗെയിൻ ഫ്രം ഇക്വേഷൻ നമ്പർ 1 the denominator, calculating denominator, d by d theta of a into cos theta plus theta sin theta. ന്യൂമറേറ്റർ കണക്ക് തന്നെ ഇവിടെ എന്ത് തന്നെയാണ്? എ ഒരു കോൺസ്റ്റന്റ് ആണ്, ബാക്കിയുള്ളത് ഒരു സമ്മാണ്. എത്ര ഫംഗ്ഷൻസിന്റെ? 2 ഫംഗ്ഷൻസിന്റെ സമ്മാണ്. ദ ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് സിമ്പിൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ cos theta, and the second function is a product of 2 functions in theta, that is theta and sin theta. So as done earlier, we can take a outside. Again d by d theta of the first function cos theta plus d by d theta of the second function, that is theta sin theta, which is equal to a into d by d theta of cos theta is minus sin theta plus, here we have to use the product rule. First function theta into derivative of sin theta is cos theta plus second function sin theta into derivative of the first function cos theta, that is 1, which is equal to a into minus sin theta plus theta cos theta plus sin theta. Here minus sin theta and sin theta will get cancelled, and the answer will be a into theta into cos theta. സോ നമുക്ക് ഡി വൈ ബൈ ഡി തീറ്റ എ തീറ്റ സൈൻ തീറ്റ എന്നും കിട്ടി. അതുകൊണ്ട് തന്നെ ഡി ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ നമുക്ക് എന്താ ഇപ്പോൾ കിട്ടിയത്? ഡി എക്സ് ബൈ ഡി തീറ്റ ബിക്കം എ ഇൻറ്റു തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് കിട്ടും. സോ നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1, ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് എന്തായിട്ട് കിട്ടി? എ ഇൻറ്റു തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ബൈ എ ഇൻറ്റു തീറ്റ ഇൻറ്റു കോസ് തീറ്റ. നമുക്ക് ബാക്കി സ്റ്റെപ്പ് അങ്ങനെ എഴുതാം. ഇക്വേഷൻ നമ്പർ 1 becomes dy by dx is equal to a theta sin theta by a theta cos theta അല്ലേ? സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എയും തീറ്റയും ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി എനിക്ക് എന്ത് കിട്ടും? ടാൻ തീറ്റ എന്ന് കിട്ടും. ടാൻ തീറ്റ എനിക്ക് കിട്ടി. എന്തിൻ്റെ വാല്യൂ ആണ്? ഡി വൈ ബൈ ഡി എക്സിൻ്റെ വാല്യൂ ആണ്. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഡി സ്ക്വയർ വൈ ബൈ dx square. d square y by dx square എന്ന് പറഞ്ഞാൽ എന്താ? d square y by dx square is equal to, it is d by dx of the function dy by dx. നമുക്ക് കിട്ടിയ dy by dx നമ്മൾ ചെയ്യുന്നു ഒന്നും കൂടെ എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ അങ്ങനെ ഡിഫറൻഷിയേറ്റ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് dy by dx കിട്ടിയ ആ ഫംഗ്ഷൻ ഏത് വേരിയബിളിൻ്റെ ടേം അല്ലെങ്കിൽ ഏത് പാരാമീറ്ററിൻ്റെ ടേമിലാണ്? ഇൻ ടേംസ് ഓഫ് തീറ്റയാണ് അല്ലേ? ഇവിടെ നമ്മൾ രണ്ടാമത് ഡെറിവേറ്റീവ് എടുക്കുന്നത് എന്തിൻ്റെ ടേമിലാണ്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് എടുക്കുന്നത് ഏത് വേരിയബിളിൻ്റെ ടേമിലാണ്? ഇൻ ടേംസ് ഓഫ് ദ വേരിയബിൾ എക്സ് ആണ് അല്ലേ? സോ നമുക്കിവിടെ ഈ ഇക്വേഷൻ എങ്ങനെ മാറുന്നത്? ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ടാൻ തീറ്റ. സോ ഡെറിവേറ്റീവ് എടുക്കേണ്ട വേരിയബിൾ ഫോർ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, ഡെറിവേറ്റീവ് എടുക്കേണ്ട വേരിയബിൾ എക്സും ആ ഫംഗ്ഷൻ കിടക്കുന്നത് എന്തിനാണ്? ഇൻ ടേംസ് ഓഫ് തീറ്റയിലുമാണ്. സോ അങ്ങനെയുള്ള ഫംഗ്ഷൻ നമ്മൾ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ആദ്യം ആ സിമ്പിൾ ഏതാണോ ആ ഫംഗ്ഷൻ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ എന്നോട് കൊടുക്കും ഒരു ഡി തീറ്റ ബൈ ഡി എക്സും കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യും അല്ലേ? therefore is equal to d by dx of tan theta is tan theta derivative എന്താണ്? sec square theta into d theta by dx.
മനസ്സിലായോ? ഇവിടെ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കേണ്ട വേരിയബിൾ ഇൻ ടേംസ് ഓഫ് എക്സ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കേണ്ട വേരിയബിൾ എക്സ് ആണ്. ഫംഗ്ഷൻ ഏതിലാണ് നടക്കുന്നത്? ഇൻ ടേംസ് ഓഫ് തീറ്റയിലാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മൾ ടാൻ തീറ്റ ഡെറിവേറ്റീവ്, സിംപ്ലി ടാൻ തീറ്റ ഡെറിവേറ്റീവ് എന്താണ്? സി എക്സ് സ്ക്വയർ തീറ്റ അതങ്ങ് എഴുതിയതിന് ശേഷം എക്സ്ട്രാ എന്തും കൂടെ ചേർക്കും? ഡി തീറ്റ ബൈ ഡി എക്സും കൂടെ ചേർക്കും. സോ ഇവിടെ നമുക്കൊരു ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഡി സ്ക്വയർ ബൈ ബൈ ഡി എക്സ് കിട്ടുന്നത് എഗെയിൻ ഇൻ ടേംസ് ഓഫ് എന്താണ്? ഡെറിവേറ്റീവിൻ്റെ ടേമില്ല. സോ നമ്മൾ ഈ സി സ്ക്വയർ തീറ്റയ്ക്ക് കുഴപ്പമില്ല. ഈ ഡി തീറ്റ ബൈ ഡി എക്സ് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ചെക്ക് ചെയ്ത് അതിനെ ഒന്ന് റീപ്ലേസ് ചെയ്യണം അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ടത് ഡി തീറ്റ ബൈ ഡി എക്സ്, it is actually the reciprocal of the function dx by d theta അല്ലേ? dx by d theta റെസിപ്രോക്കൽ ഗുണം എന്ത് കിട്ടുന്നത്? d theta by dx കിട്ടുന്നു അല്ലേ? സോ ഈ ഡി എക്സ് ബൈ ഡി തീറ്റ നമുക്ക് ഓൾറെഡി അറിയാം. എന്താ ഡി എക്സ് ബൈ ഡി തീറ്റ? എ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് നമ്മൾ എവിടെ എഴുതണം? ഈ ഡി തീറ്റ ബൈ ഡി എക്സിൻ്റെ സ്ഥാനത്ത് എഴുതുമ്പോൾ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. സോ which is therefore d theta by dx is equal to 1 by എന്താണ് dx by d theta? It is a into theta into cos theta which is equal to here 1 by a into theta into 1 by cos theta is sec theta. So d theta by dx is obtained as sec theta by a theta. 1 into sec theta is sec theta by denominator is a theta. Therefore നമുക്ക് എന്ത് കിട്ടി? ഡി അപ്പോൾ ഈ രണ്ടും കൂടെ ക്ലബ് ചെയ്യുമ്പോൾ ഡി സ്ക്വയർ ബൈ ബൈ ഡി എക്സ് സ്ക്വയറിൻ്റെ ഇക്വേഷൻ എന്താ നമുക്ക് കിട്ടിയത്? സിക്സ് സ്ക്വയർ തീറ്റ ബൈ ഡി തീറ്റ ബൈ ഡി എക്സ്. എഗൈൻ ഡി തീറ്റ ബൈ ഡി എക്സ് നമുക്ക് തൊട്ട് മുമ്പുള്ള റിസൾട്ടിൽ നമുക്ക് എന്ത് കിട്ടി? സീക് തീറ്റ ബൈ എ തീറ്റ എന്ന് കിട്ടി. Therefore ഡി സ്ക്വയർ by dx square can be obtained in a simplified form as sec square theta into d theta by dx is sec theta by a theta which is equal to sec theta into sec square theta into sec theta is sec cube theta by a into സോ ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മളുടെ ഇവിടെ നമ്മൾ പാരാമെട്രിക് ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് വൈ ഡബിൾ ഡാഷിൻ്റെ അല്ലെങ്കിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അപ്പോൾ കുറേ റൂൾസ് ഉണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ റൂളുകളുടെ എന്താണ് ക്ലബ്ബായിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഈ ക്വസ്റ്റൻ. അതുകൊണ്ട് ഈ ക്വസ്റ്റിനെ നിന്ന് നോട്ട് ചെയ്തേക്കുക, ചെയ്ത് മാക്സിമം ടൈം എന്ത് ചെയ്യുക ചെയ്ത് പഠിക്കുക. സോ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എക്സും വൈ എന്ന രണ്ട് ഫംഗ്ഷൻസ് ഇൻ ടേംസ് ഓഫ് ദ പാരാമീറ്റർ തീറ്റ തന്നിരിക്കുന്നു. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് എ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഡി വൈ ബൈ ഡി എക്സിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് സി ക്യൂബ് തീറ്റ ബൈ എ തീറ്റ. അത് നമുക്ക് എന്തിൻ ടേംസ് ഓഫ് പാരാമീറ്റർ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ അതാണ് നമുക്ക് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ആൻഡ് എ സെക്കൻഡ് പ്രോബ്ലം. നമ്മുടെ സെക്കൻഡ് പ്രോബ്ലം. അവിടെ y എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു അല്ലേ? y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് സൈൻ എക്സ്. കാണുമ്പോൾ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. y എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ സൈൻ ഓഫ് സൈൻ എക്സ്, എക്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ ടേമിൽ തന്നിരിക്കുന്നു. ആൻഡ് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ട എന്താ അത്? y ഡബിൾ ഡാഷ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് y into cos square x is equal to 0. അപ്പോൾ ഈ y എന്ന് പറയുന്നൊരു ഫംഗ്ഷനോട് തന്നിട്ടുണ്ട്. എന്താണ്? സൈൻ ഓഫ് സൈൻ എക്സ്. സൈൻ എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ അകത്ത് എക്സിന്റെ സ്ഥാനം എന്ത് കൊടുത്തിരിക്കുന്നു? എഗെയിൻ സൈൻ എക്സ് കൊടുത്തത്. ഒരു ഫംഗ്ഷന്റെ അകത്ത് മറ്റൊരു ഫംഗ്ഷൻ കൊടുത്തത്. ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷന്റെ ടേമിൽ y റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് ആഫ്റ്റർ ഫൈൻഡിങ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ആൻഡ് ഓൾ, വി ഹാവ് ടു പ്രൂവ് ദിസ് സ്റ്റേറ്റ്മെന്റ് y ഡബിൾ ഡാഷ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് y ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 0 നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എടുത്തെഴുതുന്നു. y ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് സൈൻ എക്സ്. ഈ സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ റിസൾട്ടിനകത്ത് നമുക്ക് എന്തൊക്കെ പ്രൂവ് ചെയ്യണം? y ഡബിൾ ഡാഷിന്റെ പ്രസൻസ് ഉണ്ട്, y ഡാഷിന്റെ പ്രസൻസ് ഉണ്ട്. y ഡബിൾ ഡാഷ് അപ്പോൾ നമുക്ക് ആവശ്യമുണ്ട്, y ഡാഷ് ആവശ്യമുണ്ട്, y ഓൾറെഡി തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് y ഡാഷ്. y ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? d ബൈ ഡി എക്സ് ഓഫ് y അല്ലേ? ദാറ്റ് ഈസ് d ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് സൈൻ എക്സ് അല്ലേ?
എന്താണ് ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഓഫ് സൈൻ എക്സ്? ആദ്യം സൈൻ എക്സിന് ഡെറിവേറ്റീവ് പുറത്തുള്ള ഫംഗ്ഷൻ ഡെറിവേറ്റീവ് കോസ് എക്സ്. കോസ് ഓഫ് എക്സ് അല്ല എന്ത് കൊടുക്കണം? സൈൻ എക്സ് കൊടുക്കണം. ഇൻറ്റു സൈൻ എക്സിന് ഡെറിവേറ്റീവ് എഗെയിൻ കോസ് എക്സ്. അതായത് ഇവിടെ സൈൻ ഓഫ് സൈൻ എക്സ് എന്ന് പറയുമ്പോൾ ആദ്യം ഈ സൈൻ ഡെറിവേറ്റീവ് ഏതാണ്? കോസ്. കോസ് ഓഫ് ഈ അകത്തെ സൈൻ എക്സ് എഴുതി. ഇനി എന്ത് ചെയ്യണം? അകത്തെ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് സൈൻ എക്സിന് ഡെറിവേറ്റീവ് ഈസ് കോസ് എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വൈ ഡാഷും കിട്ടി. ഇനി അടുത്ത എന്ത് വേണം? വൈ ഡബിൾ ഡാഷ് വേണം. സോ വൈ ഡബിൾ ഡാഷ് ഇറ്റ് ഈസ് വൈ ഡാഷിന് എന്ത് ചെയ്യണം? ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നത്? വൈ ഡബിൾ ഡാഷ് കിട്ടുന്നത്. ഓർ ഇറ്റ് ഈസ് ദ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ്. എന്താ ഇപ്പം നമുക്ക് കിട്ടിയത്? കോസ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്? ഡെറിവേറ്റീവ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്തിൻ്റെത്? കോസ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെയും കോസ് എക്സ് എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ്റെയും കൂടെ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. അതിൻ്റെയും ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനായ കോസ് എക്സിൻ്റെയും കൂടെ പ്രോഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എനിവേ അതൊരു പ്രൊഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് ആയാണ് വി ക്യാൻ യൂസ് പ്രൊഡക്റ്റ് റൂൾ, which is equal to first function cos of sin x into derivative of cos x is minus sin x plus derivative again cos x into derivative of the second function cos of sin x and derivative. Cos x in derivative is minus sin of sin x into sin x and derivative is cos x. That is നമുക്ക് കിട്ടുന്നത്. ഞാൻ ഒന്നുകൂടെ എഴുതാൻ വേണമല്ലോ, ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ഫംഗ്ഷൻ കോസ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ഈസ് മൈനസ് സൈൻ എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ കോസ് എക്സ് ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ്. കോസിൻ്റെ ഡെറിവേറ്റീവ് ഈസ് മൈനസ് സൈൻ ഓഫ് സൈൻ എക്സ് ഇൻറ്റു ഇന്നർ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഈസ് കോസ് എക്സ്. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളത്. സോ നമുക്ക് ഇത് എന്ത് ചെയ്യാം? ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഞാൻ ഫ്രണ്ടിൽ കൊണ്ടുവന്നു. മൈനസ് ഓഫ് സൈൻ എക്സ് ഇൻറ്റു കോസ് ഓഫ് സൈൻ എക്സ് അഗെയിൻ പ്ലസ് ഇൻറ്റു മൈനസ് ഈസ് മൈനസ്. എത്ര കോസ് ഉണ്ട്? 2 കോസ് ഉണ്ട്. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ ഓഫ് സൈൻ എക്സ്. നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന വൈ ഉണ്ടായിരുന്നു. ഇവിടെ വൈ ഡാഷ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, വൈ ഡബിൾ ഡാഷ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ആ പ്രൂവ് ദാറ്റ് എന്ന റിസൾട്ട് നമ്മളൊന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് ഒന്ന് എടുത്തെഴുതുകയാണ്. വൈ ഈസ് ഈക്വൽ ടു വൈ എന്തായിരുന്നു? സൈൻ ഓഫ് സൈൻ എക്സ് ആയിരുന്നു. അഗെയിൻ വൈ ഡാഷ് ഈസ് കോസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് സൈൻ എക്സ് and y double dash is minus of sin x into cos of sin x minus cos square x into sin of sin x. എടുത്ത് ഇത് ജസ്റ്റ് ഇതൊന്ന് റബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ആദ്യം പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എടുത്ത് എഴുതുന്നു. വൈ ഡബിൾ ഡാഷ് പ്ലസ് ടാൻ എക്സ് വൈ ഡാഷ് പ്ലസ് വൈ ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു എന്ത് എഴുതി? പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ എടുത്തെഴുതി. ഇത് എന്ത് ചെയ്യുന്നു? ഞാൻ കണ്ടുപിടിച്ച ഓരോ ടേംസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നു. ഇവിടെ വൈ ഡബിൾ ഡാഷിൻ്റെ വാല്യൂ എനിക്കറിയാം, ടേം എനിക്കറിയാം, വൈ ഡാഷ് എനിക്കറിയാം, വൈ എനിക്കറിയാം അല്ലേ? സോ വൈ ഡബിൾ ഡാഷിൻ്റെ സ്ഥാനത്ത് എനിക്ക് എന്ത് കൊടുക്കാം? മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് ഓഫ് സൈൻ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ ഓഫ് സൈൻ എക്സ് അഗെയിൻ പ്ലസ് അവിടെ എന്തുണ്ട്? ഓൾറെഡി ടാൻ എക്സ് ഉണ്ട്. ടാൻ എക്സ് ഇൻറ്റു വൈ ഡാഷ് എന്തായിരുന്നു? കോസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് സൈൻ എക്സ് പ്ലസ് വൈ എന്താണ്? വൈ ഈസ് ഗിവൺ ആസ് സൈൻ ഓഫ് സൈൻ എക്സ്
ഇൻറ്റു വൈ കഴിഞ്ഞിട്ട് എന്താ ഉള്ളത് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു ഇത്ര ഞാൻ എന്ത് ചെയ്തു വൈ ഡാഷിൻ്റെ സ്ഥാനത്ത് വൈ ഡാഷിനെ കൊടുത്തു വൈ ഡബിൾ ഡാഷിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ നൽകി ഇത്രയും വൈ ഡാഷിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു അതിൻ്റെ കറസ്പോണ്ടിങ് കണ്ടുപിടിച്ച് വെച്ചിട്ട് ടേം കൊടുത്തു വൈയുടെ സ്ഥാനത്ത് തന്നിട്ടുള്ള ടേം കൊടുത്തു ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം നടത്തി ഇനി എന്ത് ചെയ്യുന്നു ഈ ബ്രാക്കറ്റൊക്കെയാണ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് ദാറ്റ് ഈസ് മൈനസ് sin x into cos of sin x minus cos square x into sin of sin x plus tan x into cos x into cos of sin x plus again ഈ ഓർഡർ ഞാനെന്ന് മാറ്റണം സൈൻ ഓഫ് സൈൻ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സിന് പകരം തിരിച്ച് എ ഇൻറ്റു ബിയും ബി ഇൻറ്റു എ സെയിം ആണല്ലോ 1 into 2 2 into 1 എന്താണ് സെയിം ആണ് 2 തന്നെയാണ് ഓർഡർ ഞാൻ മാറ്റുന്നത് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ ഓഫ് സൈൻ എക്സ് ഇവിടെ നോക്കിയേ ഇവിടുത്തെ സെക്കൻഡ് ടേം എന്താണ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ ഓഫ് സൈൻ എക്സ് അതെന്താണ് ഫ്രണ്ടിലെ സൈൻ എന്താ മൈനസ് ദാറ്റ് ഇസ് മൈനസ് കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു സൈൻ ഓഫ് സൈൻ എക്സ് ആൻഡ് ദ ഫോർത്ത് ടേം ഈസ് plus cos square x into sin of sin x. Therefore, both the terms can be cancelled out. ബാക്കി ഇനി എന്താ ഉള്ളത് മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് ഓഫ് സൈൻ എക്സ് പ്ലസ് ടാൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് സൈൻ എക്സ്. നോക്കിയേ ഇവിടെ ഒരു മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് ഓഫ് സൈൻ എക്സ് ഉണ്ട് ഇവിടെ ഒരു പ്ലസ് സൈൻ എക്സ് ഇൻറ്റു കോസ് ഓഫ് സൈൻ എക്സ് വന്ന് നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്ത് പോകാം അപ്പോൾ ഇതേ ടേമിൻ്റെ പോസിറ്റീവ് ടേം ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്താവും 0 ആയിട്ട് മാറും സോ അങ്ങനെ ഒരു പോസിറ്റീവ് ടേം ദാറ്റ് ഈസ് സൈൻ എക്സ് ഇൻറ്റു കോസ് ഓഫ് സൈൻ എക്സ് എന്ന് പറയുന്നത് എവിടെ കൊണ്ടുവരണം ഈ ടാൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു കോസ് സൈൻ എക്സിൻ്റെ പൊസിഷനിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുമോ എന്ന് നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ടാനിൻ്റെ സ്ഥാനം ടാൻ ഇൻറ്റു കോസ് എക്സ് എന്ത് ചെയ്യും ടാൻ എക്സ് ഇൻറ്റു കോസ് എക്സ് മാറി എന്ത് വരണം സൈൻ എക്സ് വരണം ബാക്കി സെയിം ആണ് കോസ് എക്സ് ഓഫ് സൈൻ എക്സ് ഇവിടെയും കോസ് എക്സ് ഓഫ് സൈൻ എക്സ് ഉണ്ട് ഈ ടാൻ എക്സ് ഇൻറ്റു കോസ് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു കഴിഞ്ഞാൽ സൈൻ എക്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് എന്തെങ്കിലും ക്യാൻസലേഷൻ പോസിബിൾ ആവും ദെർഫോർ ദ റിസൾട്ട് ബിക്കം 0 ആയിട്ട് മാറും ഓക്കെ ടാൻ എക്സ് ഇൻറ്റു കോസ് എക്സ് Here tan x ന്റെ ഫോർമുല എന്താണ് sin x by cos x എന്ന് എഴുതാം അപ്പോൾ tan x നമുക്ക് sin x by cos x എന്ന് എഴുതാം ഇൻറ്റു cos x cos x ഉം cos x ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി എന്ത് കിട്ടും sin x എന്ന് കിട്ടും therefore tan x into cos x എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റിന്റെ സ്ഥാനത്ത് ഇനി എന്ത് എഴുതാം sin x എന്ന് എഴുതാം therefore ആദ്യം എഴുതുമ്പോൾ മൈനസ് sin x into cos of sin x പ്ലസ് tan x into cos x സ്ഥാനത്ത് എനിക്ക് എന്ത് എഴുതാം sin x എന്ന് എഴുതാം therefore sin x into cos of sin x എന്തായിട്ട് മാറി minus sin x into cos of sin x plus sin x into cos of sin x therefore both the terms can be cancelled out and the result to become 0 so ഇവിടെ നമ്മൾ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് പ്രൊഡക്റ്റ് റൂള് ചെയിൻ റൂൾ അങ്ങനെ കുറച്ച് അധികം റൂൾസിൻ്റെ ക്ലബ്ബായിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത് സോ നമ്മൾ ചെയ്ത രണ്ട് പ്രോബ്ലംസ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ് ഇത് കുറേ തവണ എന്ത് ചെയ്യുക റിപ്പീറ്റ് ആയിട്ട് ചെയ്ത് പഠിക്കുക ഈ ടൈപ്പ് പ്രോബ്ലംസ് നമുക്ക് എക്സാമിന് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് സോ നമ്മൾ ചെയ്ത രണ്ട് പ്രോബ്ലംസ് 3 തവണ വീതം എഴുതി പഠിച്ചതിന് ശേഷം എനിക്ക് ഹോം അസൈൻമെൻറ്റ് എനിക്ക് ലെക്ചർ നോട്ട് പോസ്റ്റ് ചെയ്യുക സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ താങ്ക് യു